ഇന്ന് നമുക്ക് കനുപ്രിയ പൂർവരാഗിലെ 5ാമത്തെ ഗീതമാണ് പഠിക്കേണ്ടത്. പാഞ്ച്വാം ഗീത്. അതുകൂടിയാകുമ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ കഴിയുകയാണ്. കനുപ്രിയ പൂർവരാഗ് കംപ്ലീറ്റ് ആവുകയാണ്. 5 ഗീതങ്ങൾ മാത്രമാണ് പൂർവരാഗിലുള്ളത്. ഇനി നമ്മൾ പോകുന്നത് സെക്കൻഡ് ചാപ്റ്ററിലേക്കാണ്. അപ്പോൾ ഇന്നത്തോടുകൂടി ഫസ്റ്റ് ചാപ്റ്റർ കഴിയുന്നു, 5ാമത്തെ ഗീതത്തോടുകൂടി. ശരി, പാഞ്ച്വാം ഗീതിലേക്ക് പോവാം. യഹ് ജോ मैं गृहकाज से अलसाकर अक्सर इधर चली आती हूँ और कदम्ब की छाह में शिथिल अस्त व्यस्त अनमनी सी पड़ी रहती हूँ. यह पछतावा अब मुझे हर क्षण सालता रहता है कि मैं उस रास की रात तुम्हारे पास से लौट क्यों आई. जो चरण तुम्हारे वेणुवादन की लय पर तुम्हारे नील जलज तन की परिक्रमा देकर नाचते रहे, वे फिर घर की ओर उड़ कैसे पाए. मैं उस दिन लौटी क्यों, कण कण अपने को तुम्हें देकर रीत क्यों नहीं गई. तुमने तो उस रास की रात जिसे अंशतः भी आत्मसात किया, उसे संपूर्ण बनाकर वापस अपने अपने घर भेज दिया. पर हाय, वही संपूर्णता तो इस जिस्म के एक एक कण में बराबर टीसती रहती है तुम्हारे लिए. कैसे हो जी तुम, जब मैं जाना ही नहीं चाहती तो बांसुरी के एक गहरे आलाप से मदोन्मत्त मुझे खींच बुलाते हो, और जब वापस नहीं माना चाहती तब मुझे अंशतः ग्रहण कर संपूर्ण बनाकर लौटा देते हो. അപ്പോൾ ഈ വരികളിൽ കൃഷ്ണനോട് പരിഭവം പറയുന്ന രാധയാണ് നമ്മൾ കാണുന്നത്. അതായത് കൃഷ്ണന്റെ ഒരു സ്വഭാവ വിശേഷതയെക്കുറിച്ചാണ് രാധ പറയുന്നത്. അതായത് ഞാൻ ഒട്ടും സമയമില്ലാതെ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാര്യങ്ങളിലെ തിരക്കിലൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്നെ വിളിപ്പിക്കും. എൻ്റെ അപ്നെ വേണുവാദൻ കെ ജരിയെ കൃഷ്ണൻ വിളിക്കുന്ന അങ്ങനെയാണ്. രാധയെ കാണണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാകുന്നത് കൃഷ്ണന്റെ വേണുവാദനത്തിലൂടെയാണ്. അപ്പോൾ ആ വേണുവാദനത്തിലൂടെ കൃഷ്ണൻ രാധയെ വീട്ടിലിരിക്കാൻ സമ്മതിക്കില്ല. അല്ലെങ്കിൽ ആ മാധുര്യമുള്ള വേണുനാദത്തിന്റെ ശക്തി കൊണ്ട് രാധ സ്വയമേവ വീട്ടിൽ നിന്ന് കൃഷ്ണനെ തേടി ഇറങ്ങിപ്പോകും. അതായത് ഏത് തിരക്കിൽ നിന്നാലും എത്ര ബിസിയായി നിന്നാലും കൃഷ്ണന്റെ വേണുനാദം കേട്ടാൽ രാധയ്ക്ക് പോകാതിരിക്കാനാകില്ല. രാധ പോയിരിക്കും. ഇനി ചെന്നു കഴിഞ്ഞാൽ കൃഷ്ണനൊത്ത് എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ കൃഷ്ണൻ തന്നെ രാധയെ തിരിച്ച് വീട്ടിലേക്ക് മടക്കി വിടും, തിരിച്ചയക്കും വീട്ടിലേക്ക്. അതായത് മനസ്സോടെ രാധയ്ക്ക് തിരികെ പോരേണ്ടി വരും. എന്ത് സ്വഭാവമാണ് കണ്ണാ നിൻ്റെത് എന്ന് പറഞ്ഞ് രാധ കൃഷ്ണനോട് പരിഭവം പറയുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് ഞാൻ വരാൻ ആഗ്രഹിക്കാത്തപ്പോൾ എന്നെ വേണുനാദത്തിലൂടെ എന്നെ വശീകരിച്ച് വിളിച്ചു വരുത്തും. ഇനി വന്നിട്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കാതെ നിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചാലോ നീ എന്നെ നിർബന്ധിച്ച് തിരിച്ചു പറഞ്ഞയക്കും. അപ്പോൾ അതേക്കുറിച്ചാണ് രാധ ഇവിടെ പരിഭവം പറയുന്നത്. കൃഷ്ണനോട് സങ്കല്പമാണെല്ലാം. രാധ നമ്മൾ പഠിച്ച ഓരോ ഗീതങ്ങളും രാധയുടെ മനോഗതങ്ങളാണ്. കൃഷ്ണനോട് നേരിട്ട് പറയുന്നതൊന്നുമല്ല, അവളുടെ ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ 5ാമത്തെ ഗീതത്തിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. പാഞ്ച്വേ ഗീത്. അപ്പോൾ ഇതിന്റെ ഒരു സന്ദർഭം ഇതാണ്. രാധ वास्तव में उसके मन में राधा के शारीरिक समर्पण की तीव्र अनुभूति है इसमें. അതായത് തൻ്റെ ശരീരം കൃഷ്ണന് സമർപ്പിക്കണമെന്ന അതിതീവ്രമായ ആഗ്രഹത്തിലാണ് വാസ്തവത്തിൽ രാധ. അങ്ങനെയും കൂടിയുണ്ട്. അപ്പോൾ ഇസ്മേം കൃഷ്ണ രാസലീലാക്കോ യാദ് കർത്തേ ഹുയെ, കൃഷ്ണനൊപ്പം ഉണ്ടായിരുന്ന പഴയ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് രാധ ശാരീരിക് സമർപ്പൺ കി തീവ്ര അനുഭൂതി വ്യക്തി കർത്തി ഹെ, തന്നെ പൂർണ്ണമായും കൃഷ്ണന് മുന്നിൽ സമർപ്പിക്കണം എന്ന ചിന്തയിൽ നിൽക്കുന്ന രാധയെയാണ് നമ്മളിവിടെ കാണുന്നത്. ഉസെ ബഹുത് അധികം പശ്ചാത്താപ് ഹോ രഹി ഹെ. പശ്ചാത്താപ് നഹി തോ പശ്ചാത്താവ എന്നുള്ളതാണ് പശ്ചാത്താപം എന്നുള്ള ആ ഒരു വേർഡ്. അതായത് അവള് റിഗ്രറ്റ് ചെയ്യുന്നു എന്നാണ്. അതായത് കൃഷ്ണനെ എനിക്ക് ലഭിക്കുമായിരുന്ന ആ സമയത്ത്, കൃഷ്ണൻ അവൈലബിൾ ആയിരുന്ന സമയത്ത് ഞാൻ കൃഷ്ണനോടൊപ്പം പരമാവധി സ്പെൻഡ് ചെയ്തില്ല. ഇപ്പോൾ കൃഷ്ണൻ എവിടെയോ ആണ്. ഇപ്പോൾ എനിക്ക് കൃഷ്ണനെ കാണാൻ തോന്നുന്നു, ഞാൻ എന്ത് ചെയ്യും? അതാണ് രാധയുടെ പ്രശ്നം. അതായത് കൃഷ്ണൻ എനിക്ക് ലഭ്യമാകുമായിരുന്ന സമയത്തൊന്നും ഞാൻ കൃഷ്ണനെ അല്ലെങ്കിൽ കൃഷ്ണന്റെ സാമീപ്യം പരമാവധി ഞാൻ പ്രയോജനപ്പെടുത്തിയില്ല, അല്ലെങ്കിൽ ആ സ്നേഹം അനുഭവിക്കാൻ അന്ന് ഞാൻ മെനക്കെട്ടില്ല. ഇപ്പോൾ കൃഷ്ണൻ ഇല്ല,
എനിക്ക് ഒരുപാട് സമയമുണ്ട്. പക്ഷേ എന്താ സംഭവിച്ചത്? കൃഷ്ണൻ എനിക്കൊപ്പം ഇല്ല. ഞാൻ കൃഷ്ണനെ ഇപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നു, കൃഷ്ണൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നു, ഫിസിക്കൽ പ്രസൻസ് ആഗ്രഹിക്കുന്നു. പക്ഷേ കൃഷ്ണൻ ഇവിടെ ഇല്ല. ഇനി അന്ന് പഴയ കാര്യം ഓർക്കുകയാണ്. അന്ന് എനിക്ക് ഒട്ടും സമയമില്ലായിരുന്നു. ആ സമയത്തെക്കുറിച്ച് ഓർക്കുകയാണ്. കൃഷ്ണൻ അന്ന് അവൈലബിൾ ആയിരുന്നു, പക്ഷെ ഞാനന്ന് തിരക്കിലായിരുന്നു. അപ്പോൾ വേണു ഊതിക്കൊണ്ട് എന്നെ വിളിച്ചു വരുത്തുമായിരുന്നു കണ്ണൻ. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ എത്ര ഫ്രീ ആയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു, എന്നിട്ട് ആരില്ല, കണ്ണൻ അവിടെ ഇല്ല എന്നതാണ് പരിഭവം. यह जो मैं गृहकाज से अलसा कर अक्सर इधर चली आती हूँ और कदम्ब की छाह में शिथिल अस्त व्यस्त अनमनी सी पड़ी रहती हूँ. ഇപ്പോഴത്തെ രാധയുടെ അവസ്ഥയാണ് രാധ ആദ്യം പറയുന്നത്. അതായത് മേ അപ്നി ഗൃഹകാജ് എന്ന് പറഞ്ഞാൽ വീട്ടുകാര്യങ്ങൾ, എൻ്റെ വീട്ടിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ, ഡ്യൂട്ടികൾ, ജോലികൾ ഒക്കെ അൽസാന എന്ന് പറഞ്ഞാൽ അതൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒന്നും അല്ല എന്ന് തോന്നിയിട്ട് അതെല്ലാം ഉപേക്ഷിച്ചിട്ട് അക്സർ ഇധർ ചലി ജാത്തി ഹും, ദിവസവും ഞാൻ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അക്സർ ചലി ജാത്തി ഹും, കിസ്കി പ്രതീക്ഷാമേ ഹെ? കാൻഹ കി പ്രതീക്ഷാമേ ഹെ. കൃഷ്ണനെ പ്രതീക്ഷിച്ചാണ് രാധ എല്ലാ ദിവസവും അവരുടെ പഴയ സമാഗമ സ്ഥലങ്ങളിൽ വന്ന് നിൽക്കുന്നത്. കൃഷ്ണൻ വന്നേക്കും എന്നുള്ള പ്രതീക്ഷയിൽ വീട്ടുജോലികൾ പോലും കളഞ്ഞിട്ട് വന്ന് നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ രാധയ്ക്ക് പ്രധാനം കൃഷ്ണനെ കാണുക, കൃഷ്ണന്റെ സാമീപ്യം അനുഭവിക്കുക എന്നുള്ളതാണ്. എവിടെയാണ് രാധ വന്ന് കാത്തു നിൽക്കുന്നത്? കദംബ് കി ചാഹ്മേം, അവർ മുൻപ് കണ്ടിരുന്ന ആ വൃക്ഷത്തിന്റെ, കദംബ് വൃക്ഷം അതായത് കടമ്പ് മരം, ആ മരത്തിന്റെ ഛാഹ് എന്ന് പറഞ്ഞാൽ ഛായയിൽ, അപ്പോൾ ആ മരത്തിന്റെ തണലില് ശിഥിൽ ഹോക്കർ അസ്ത് വ്യസ്ത് ഹോക്കർ അൻമനി ഹോക്കർ പടി രഹത്തി ഹും. എങ്ങനെയാണ് രാധ അവിടെ നിൽക്കുന്നത്? ഒട്ടും സന്തോഷമില്ലാതെ, കൃഷ്ണനില്ലാത്തത് കൊണ്ടാണ് സന്തോഷമില്ലാത്തത്. ശിഥിൽ ഹോക്കർ, ശിഥിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ ഡെസ്പായിട്ട്, സങ്കടത്തോടെ, അസ്ത് വ്യസ്ത് അലസമായിട്ട്, അൻമനി മനസ്സെവിടെയോ ആയിട്ട്, അതാണ് അൻമനി എന്ന് പറയുന്നത്. ഒരു താല്പര്യമില്ലാതെ, മനസ്സവിടെ ഇല്ലാതെ, കൃഷ്ണൻ ഇല്ലാത്തത് കൊണ്ടാണ് അൻമനിയായി പോയത്, അല്ലെങ്കിൽ മനസ്സവിടെ ഇല്ലാതായി പോയത്. അവളുടെ മൈൻഡ് അവിടെ ഇല്ലാത്തത്, അവിടെ കൃഷ്ണൻ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ കൃഷ്ണൻ എവിടെയോ ആണ്, അവിടെയാണ് അവളുടെ മനസ്സ്. അപ്പോൾ അപ്നി യാദോമേ ഘോക്കർ, പുരാനി യാദോമേ ഘോക്കർ രാധ വഹാം അസ്ത് വ്യസ്ത് പടി രഹതി ഹെ. ഇപ്പോൾ രാധയുടെ അവസ്ഥ അതാണ്. തങ്ങളുടെ ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളുടെ ഓർമ്മയിൽ, ആ ഓർമ്മകൾ അയവിറക്കി അവളവിടെ വിഷമിച്ച് വന്ന് നിൽക്കുകയാണ്. അതാണ് സന്ദർഭം. അപ്പോൾ ഇപ്പോൾ രാധയ്ക്ക് പ്രധാനം കൃഷ്ണനാണ്, പക്ഷേ കൃഷ്ണൻ രാധയ്ക്കിപ്പോൾ ലഭ്യമാകുന്നില്ല, കൃഷ്ണൻ എവിടെയോ ആണ്. അപ്പോൾ രാധ കह रही है मैं अपने घर के सारे कामों को छोड़कर उन सबकी उपेक्षा करके रोज अब इधर चली आती हूँ. किस लिए आती हूँ? और किस लिए आती है? कृष्ण को देखने के लिए, कृष्ण से मिलने के लिए राधा आती है, जहाँ उन दोनों का मिलन पहले होता रहता था. मैं उस कदम्ब की छाया में आकर बैठी हूँ तुम्हारी प्रतीक्षा में, लेकिन मेरा मन बहुत अधिक खिन्न है, दुखी है, शिथिल है, अस्त व्यस्त है, शांत नहीं है, अशांत है मन, अनमनी है, मेरा मन कहीं है, खोई हुई अवस्था में है मैं, और मैं यहाँ तुम्हारी प्रतीक्षा में बैठी रहती हूँ. यह पछतावा अब मुझे हर क्षण सालता रहता है. अब उसे एक बात की पछतावा है. ഇപ്പോൾ ഒരു കാര്യം ഓർത്ത് അവൾക്ക് വളരെയധികം പശ്ചാത്താപമുണ്ട്. പച്താവ എന്ന വാക്ക് പശ്ചാത്താപം എന്നാണ്. അപ്പോൾ രാധക്കോ അബ് ഏക് ബാത്ത് കോ ലേക്കർ ബഹുത് അധിക് പച്താവ ഹോ രഹി. അവൾ റിഗ്രറ്റ് ചെയ്യാണ്. എന്തിൻ്റെ പേരിലാണ് രാധ പശ്ചാത്തപിക്കുന്നത്, അല്ലെങ്കിൽ തെറ്റായി പോയി എന്ന് രാധയ്ക്ക് ഇപ്പോൾ തോന്നുന്നത് ഏത് കാര്യത്തെക്കുറിച്ചാണ്? യഹ് പച്താവ അബ് മുझे ഹർ ക്ഷൺ സാൽത്താ രഹതാ ഹൈ. കി എന്തിനാണ് പശ്ചാത്താപം? കി मैं उस रास की रात तुम्हारे पास से लौट क्यों आई. അതായത് നിന്റെ കൂടെ യഥേഷ്ടം സമയം ചെലവഴിക്കാമായിരുന്ന ആ രാത്രി. അപ്പോൾ അവർ ഒരുമിച്ച് കണ്ട ഏതോ ഒരു രാത്രിയെ കുറിച്ചാണ് രാധ ഓർക്കുന്നത്. അപ്പോൾ ഹമാരെ ബീച്ച് ജോ രാസ്ലീല ഹുई थी उस दिन की उस रात की याद करती हुई वो कहती है मैं उस दिन क्यों तुम्हारे पास से जल्दी लौट गई. അന്ന് എനിക്ക് നിന്റെ ഒപ്പം കുറേ നേരം സ്പെൻഡ് ചെയ്യാമായിരുന്നല്ലോ, പക്ഷേ ഞാൻ അതൊന്നും ചെയ്യാതെ പെട്ടെന്ന് മടങ്ങിപ്പോയത് എന്തിനാണ്? ഞാൻ അന്ന് എന്തുകൊണ്ട് ഒത്തിരി നേരം നിന്റെ ഒപ്പം ഇരുന്നില്ല
അതാണ് രാധയുടെ ഇപ്പോഴത്തെ പശ്ചാത്താപത്തിൻ്റെ കാരണം. അതായത് അന്ന് കൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നു, എത്ര നേരം വേണമെങ്കിലും രാധയ്ക്ക് കൃഷ്ണനൊപ്പം ചെലവിടാമായിരുന്നു. പക്ഷെ എന്നിട്ടും രാധ അന്ന് പെട്ടെന്ന് മടങ്ങിപ്പോയി. ഇപ്പോൾ ഒന്ന് കാണാൻ ആഗ്രഹിക്കുമ്പോൾ അത് നടക്കുന്നുമില്ല. അപ്പോഴാണ് രാധയ്ക്ക് അന്ന് നടന്ന ആ സംഭവത്തിൽ വിഷമം തോന്നുന്നത്. അതായത് കുറച്ചു നേരം കൂടി അന്ന് എനിക്ക് കണ്ണനൊപ്പം ചെലവഴിക്കാമായിരുന്നല്ലോ എന്നതാണ് രാധയുടെ സങ്കടത്തിന് അല്ലെങ്കിൽ ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം, പശ്ചാത്തപിക്കുന്നതിൻ്റെ കാരണം. മേ ഉസ് രാസ് കി രാത്ത് എന്ന് പറയുന്നത് അതാണ്. ദോനോങ്കെ ബീച്ച് ജോ രാസ്ലീല ഹുയി ഥി, അവർ തമ്മിൽ രാസലീലയിൽ ഏർപ്പെട്ട ആ ദിവസം. തുമാരെ പാസെ മേ ക്യോം ജൽദി ലോട്ട് ഗയി, നിന്റെ അടുത്ത് നിന്ന് എന്തിനാണ് ഞാൻ അത്രയും പെട്ടെന്ന് തിരികെ പോയത്. ജോ ചരൺ തുമാരെ വേണുവാദൻ കി ലൈ പർ തുമാരെ നീല ജലജ തനിക്ക് പരിക്രമ ദേക്കർ നാച്ചത്തെ രഹേ വേ ഫിർ ഘർ കി ഓർ ഉഡ് കേസെ പായേ. സ്വന്തം കാലുകളെ പഴിക്കുകയാണ് രാധ, സ്വന്തം കാലുകളെ കുറ്റം പറയാണ്. അതായത് ഈ കാലുകൾ അന്ന് എന്ത് ചെയ്തിരുന്നു എന്നാണ്. കണ്ണന്റെ വേണുവാദനത്തിനൊപ്പം അതിൻ്റെ ലയത്തിൽ ഇഴുകി ചേർന്നുകൊണ്ട് എൻ്റെ ഈ കാലുകൾ കണ്ണന് ചുറ്റും നൃത്തം വച്ചിരുന്നു. അതേ കാലുകൾ എന്ത് ചെയ്തു, കൂടുതൽ സമയം കണ്ണനൊപ്പം ചെലവഴിക്കാതെ തിരികെ വീട്ടിലേക്ക് പോയി. അപ്പോൾ സ്വന്തം കാലുകളെയാണ് രാധ അവിടെ കുറ്റം പറയുന്നത്. എന്താണ്? ജോ ചരൺ, എൻ്റെ ഏത് ചരണങ്ങളാണോ, ഏത് കാലുകളാണോ, എൻ്റെ ഏത് പാദങ്ങളാണോ, തുമാരെ വേണുവാദനക്ക് ലൈപ്പർ, നിന്റെ വേണുവാദനത്തിൻ്റെ ലയത്തിൽ മുഴുകി, നിന്റെ വേണുഗാനത്തിൻ്റെ, നീ ഓടക്കുഴൽ, വേണുവാദനം എന്ന് പറയുന്നതാണല്ലോ ഓടക്കുഴൽ ഊതുന്നത്. അപ്പോൾ നീ ഓടക്കുഴൽ ഊതിയപ്പോൾ അതിൻ്റെ ലയത്തിൽ ഇഴുകി ചേർന്നുകൊണ്ട് എൻ്റെ ഈ പാദങ്ങൾ, എൻ്റെ ഈ കാലുകൾ എന്ത് ചെയ്തിരുന്നു അന്ന്? നാച്ചത്തെ രഹിതേ ധേ, നൃത്തം ചെയ്തിരുന്നു. നിന്റെ വേണുനാദത്തിനൊപ്പം എൻ്റെ ഈ കാലുകൾ അന്ന് നൃത്തം ചെയ്തിരുന്നു. എങ്ങനെ നൃത്തം ചെയ്തിരുന്നു എന്നാണ്. തുമാരെ നീല ജലജ് തനിക്ക് പരിക്രമാദേക്കർ, എങ്ങനെയാണ് നൃത്തം ചെയ്തിരുന്നത്? നിന്റെ നീല ജലജം, ജലജ് എന്ന് പറയുന്നത് താമരയാണ്, ജലത്തിൽ ജനിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ജൽജ് എന്ന പേര് വന്നിരിക്കുന്നത്. ജലജ്, ജൽമേം ജന്മാ ഹുവ എന്നാണ് ജലജ് എന്ന പദം നമ്മൾ സമാസ്ത പദമാക്കി പറയുമ്പോൾ പറയുക. ജലുമേം ജന്മ എന്ന് പറഞ്ഞാൽ ജലത്തിൽ ജനിച്ചതെന്നാണ്. താമരയാണ് ജലജം എന്ന് അല്ലെങ്കിൽ ജലജ് എന്ന് പറയുന്നത്. അപ്പോൾ നിന്റെ ശരീരം ഏതുപോലെയാണ്? നീല് കമൽ കെ സമാൻ ഹെ, നീൽകമൽ യാനി നീല് ജലജ് കെ സമാൻ ഹെ തുമാരാ ശരീരം. അതായത് കർണന്റെ വർണ്ണത്തെയാണ്. അപ്പോൾ ഒരു കരിനീല നിറമാണല്ലോ നമ്മൾ കണ്ണൻ്റെ നിറമായിട്ട് പറയുന്നത്. അപ്പോൾ നിന്റെ ആ നീല താമര പോലുള്ള ശരീരം, ശരീരം, നിന്റെ ഈ നീലത്താമര പോലെയുള്ള ശരീരത്തിന് ചുറ്റും പരിക്രമാദേക്കർ, പരിക്രമാദേന എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങുക, നിന്റെ ഈ ശരീരത്തിന് ചുറ്റും ചുറ്റിക്കൊണ്ട് ഞാനന്ന് നൃത്തം വച്ചിരുന്നല്ലോ. മേരെ അപ്നയിൻ പൈറോസെ, എൻ്റെ ഈ കാലുകൾ കൊണ്ട് ഞാനന്ന് നൃത്തം വച്ചിരുന്നു നിന്റെ വേണുനാദത്തിനൊപ്പം. എന്നിട്ട് ഇതേ കാലുകൾ ഘർക്കി ഓർ ഉഠ് കേസെ പായേ. അപ്പോൾ അത്രയും സന്തോഷം അനുഭവിച്ച ആ നിമിഷത്തെ ഉപേക്ഷിച്ച് എൻ്റെ ഈ കാലുകൾ ഞാൻ എന്തുകൊണ്ടാണ് മടക്കി എൻ്റെ വീട്ടിലേക്ക് അയച്ചതെന്നാണ് രാധ ചോദിക്കുന്നത്. അതായത് മെ ക്യോം വാപ്പസ് ചലി ഗയി, എൻ്റെ കാലുകൾ എന്താണ് പിൻവാങ്ങിയത്? നൃത്തം ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്ന് പിൻവാങ്ങി വീട്ടിലേക്ക് തിരിച്ചത് എന്തുകൊണ്ടാണ്? മെ ക്യോം വാപ്പസ് ചലി ഗയി ഥി, അന്ന് ഞാൻ എന്തിനാണ് മടങ്ങി വീട്ടിൽ പോയത്? मैं उस दिन लौटी क्यों लौट गई थी मैं उस दिन, मुझे लौटना नहीं चाहिए थी. कण कण अपने को तुम्हें देखकर रीत क्यों नहीं गई, അന്ന് എനിക്ക് നിന്നിൽ അലിഞ്ഞ് ഇല്ലാതെയാകാമായിരുന്നില്ലേ എന്നാണ് രാധ ചോദിക്കുന്നത്. കണ് കണ്, എൻ്റെ ശരീരത്തിൻ്റെ ഓരോരോ കണികകളെയും, അപ്നേക്കോ എന്നെ സമ്പൂർണമായി അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ ഓരോരോ കണികകളെയും തുമേം ദേ ദേക്കർ, നിനക്ക് അർപ്പിച്ചുകൊണ്ട്, നിനക്ക് തന്നുകൊണ്ട്, റീത്ത് ക്യോ നഹി ഗയി, റീത്ത് ഹോന എന്ന് പറഞ്ഞാൽ ശൂന്യ ഹോജാന എന്നാണ്, ഇല്ലാതാവുക, അപ്രത്യക്ഷ ഹോജാന. അപ്പോൾ എൻ്റെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കി, എന്നെ തന്നെ ഇല്ലാതാക്കി, നിന്നിലേക്ക് ലയിച്ച് ചേരാമായിരുന്നില്ലേ. അപ്പോൾ രാധാകൃഷ്ണൻ എന്ന ആ ഒരു കൺസെപ്റ്റാണ് രാധ അവിടെ പറയുന്നത്. അപ്പോൾ അവിടെ രാധ വേറെ കൃഷ്ണൻ വേറെ ഇല്ല, രാധാകൃഷ്ണൻ എന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് എനിക്ക് മാറാമായിരുന്നു എന്നാണ് രാധ അവിടെ പറയുന്നത്. എങ്കിൽ എനിക്കിപ്പോൾ രാധ ഒരിടത്തൊറ്റയ്ക്കും കൃഷ്ണൻ മറ്റൊരിടത്തും ആവുമായിരുന്നില്ല. അതായത് അന്ന് ഞാൻ എന്നെ സമ്പൂർണമായും കൃഷ്ണനിൽ ലയിപ്പിച്ച് ചേർക്കാമായിരുന്നു. മേ ക്യോം റീത്ത് നഹീം ഹോ ഗയി, ഞാൻ എന്തുകൊണ്ട് നിന്നിലേക്ക് എന്നെ പൂർണ്ണമായും അലിയിപ്പിച്ചു ചേർത്തില്ല എന്നാണ് രാധ ചോദിക്കുന്നത്. അപ്നെ ശരീരക്കോ, അപ്നെ സമ്പൂർണ്ണ ശരീർ കെ കണ് കണുക്കോ
തുച്ഛമേ മേനെ ഉസ് ദിൻ റീത് ക്യോം നഹി ദിയ, ഞാൻ എന്തുകൊണ്ടാണ് എന്നെ പൂർണ്ണമായും നിന്നിലേക്ക് അലിയിച്ചില്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ രാധയുടെ പശ്ചാത്താപം എന്താണെന്നാണ് ചോദ്യം. രാധാക്കോ ഇസ് ബാത് കാ ഗഹരാ പശ്ചാത്താപ ഹൈ कि वो उस रास की रात को कृष्ण के पास से घर क्यों वापस लौट गई और अपना कण कण कृष्ण को देकर कृष्ण को समर्पित कर रीत क्यों नहीं गई. ഇതാണ് രാധയുടെ ഇപ്പോഴത്തെ വിഷമം. तुमने तो उस रास की रात जिसे अंशतः भी आत्मसात किया उसे संपूर्ण बनाकर वापस अपने अपने घर भेज दिया. पर हाय वही संपूर्णता तो इस जिस्म के एक एक कण में बराबर टीसती रहती हो तुम्हारे लिए. അപ്പോൾ അന്ന് കൃഷ്ണൻ എന്താണ് ചെയ്തതെന്നാണ് രാധ പറയുന്നത്. അപ്പോൾ അവരുടെ ആ ഒരുമിച്ചുണ്ടാകാമായിരുന്ന നിമിഷങ്ങളിൽ കൃഷ്ണൻ എന്താണ് ചെയ്തത് എന്ന് രാധ പറയുന്നു. അതായത് രാധാനെ അപ്ന അംശതഃ ബി കൃഷ്ണ കോ ദിയ, അതായത് മനസ്സില്ലാ മനസ്സോടെയാണ് രാധ അന്ന് കൃഷ്ണന്റെ അടുത്തേക്ക് പോയത്. വീട്ടിൽ ഒരുപാട് തിരക്കുണ്ടായിരുന്നു, പണിയുണ്ടായിരുന്നു. അതെല്ലാം കളഞ്ഞിട്ടാണ് അന്നത്തെ ദിവസം, പഴയ ഓർമ്മ ഓർത്തെടുക്കുകയാണ്, രാസലീല കെ ദിൻ. അപ്പോൾ അന്ന് വളരെ വിഷമിച്ചാണ് ഞാൻ കൃഷ്ണന്റെ അടുത്ത് പോയത്. അപ്ന അംശഹി മേനെ ഉസേ ദിയ, എൻ്റെ ഒരു അംശം മാത്രമാണ്, അതായത് പൂർണ്ണ മനസ്സോടുകൂടി അല്ലല്ലോ പോയത്. അപ്പോൾ എൻ്റെ ഒരു അംശം മാത്രമാണ് ഞാനന്ന് പോകുന്ന സമയത്ത് എൻ്റെ ഒപ്പം കൊണ്ടുപോയത്. അതായത് എൻ്റെ മനസ്സ് സമ്പൂർണ്ണമായും അന്നത്തെ ആ മിലൻ ആഗ്രഹിച്ചിരുന്നില്ല, അല്ലെങ്കിൽ കൃഷ്ണനൊപ്പം അന്ന് സ്പെൻഡ് ചെയ്യാൻ ഞാനന്ന് തയ്യാറായിരുന്നില്ല. ഞാനന്ന് തിരക്കിലായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ മനസ്സതിന് പര്യാപ്തമായിരുന്നില്ല. പക്ഷേ അന്നത്തെ ആ രാസ് ലീലാക്കെ ദിൻ ക്യാ ഹുവ, അന്ന് എന്താണ് പക്ഷെ സംഭവിച്ചത്? കൃഷ്ണനെ മുझे സമ്പൂർണ്ണ ബനാക്കർ വാപസ് ഭേജ് ദിയാ ഘർ, എന്നെ സമ്പൂർണയാക്കി, അതായത് എന്നിലേക്ക് കൃഷ്ണൻ പൂർണ്ണമായും ആവാഹിക്കപ്പെടുകയാണ് ചെയ്തത്. അതായത് കൃഷ്ണൻ ഇല്ലാതെ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് കൃഷ്ണൻ എന്നെ അന്ന് കൊണ്ടെത്തിച്ചു എന്നാണ്. അപ്പോൾ അന്നൊട്ടും സമയമില്ലാതെ താല്പര്യമില്ലാതെ ഞാൻ കൃഷ്ണനെ തേടിപ്പോയി. എന്നാൽ ആ സമാഗമത്തിന് ശേഷം കൃഷ്ണൻ സമ്പൂർണമായും എന്ത് ചെയ്തു? രാധയ്ക്കൊപ്പം കൂടി എന്നാണ്. അതായത് കൃഷ്ണൻ ഇല്ലാതെ എനിക്കിനി വയ്യ എന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. അതായത് മേനെ അംശതഃ ഉസ്കോ ദിയ, എൻ്റെ ഒരു അംശം മാത്രമാണ് ഞാനന്ന് കൃഷ്ണന് കൊടുത്തത്. ലേക്കിൻ മുझे उसने സമ്പൂർണ്ണ ബനാക്കർ വാപസ് ഭേജ് ദിയ, എന്നെ സമ്പൂർണയാക്കിക്കൊണ്ട്. അപ്പോൾ സമ്പൂർണത എന്ന് പറയുന്നത്, ആ പൂർണ്ണത എന്ന്, പെർഫെക്ഷൻ എന്ന് പറയുന്നത് രാധയ്ക്ക് എപ്പോഴും കൃഷ്ണന്റെ അടുപ്പം അല്ലെങ്കിൽ സാമീപ്യമാണല്ലോ. അപ്പോൾ എന്നെ പെർഫെക്ഷനിലേക്ക് എത്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്നിലേക്ക് പൂർണ്ണമായും കൃഷ്ണമയം ആക്കിക്കൊണ്ട്, എന്നെ പൂർണ്ണമായും കൃഷ്ണനെ അഡിക്റ്റ് ആക്കിക്കൊണ്ട് എന്നെ വാപസ് ഭേജ് ദിയ കാൻഹാനെ, കൃഷ്ണൻ എന്താണ് ചെയ്തത്? എന്നെ സമ്പൂർണയാക്കിക്കൊണ്ട് വാപസ് ഘർ ഭേജ് ദിയ. അതായത് പോയത് അരമനസ്സോടുകൂടിയാണ്, താല്പര്യമില്ലാതെയാണ്. എങ്കിൽ തിരിച്ചു വന്നതും എങ്ങനെയാണ്? തിരിച്ചു പോരാനൊട്ടും താല്പര്യമില്ലാതെയാണ്. അപ്പോൾ അംശതഃ ഭി ആത്മസാത് കി, ആത്മസാത് കർണ എന്ന് പറഞ്ഞാൽ അപ്നേമേം സമ്മിലിത് കർണ എന്നാണ്, തന്നോട് ചേർക്കുക. और मैंने अंशतः उसको दिया लेकिन उसने क्या किया? संपूर्ण बनाकर मुझे अपना घर भेज दिया. അപ്പോൾ താല്പര്യമില്ലാതെ പോയ രാധയായിരുന്നു. എന്നാൽ സംഭവിച്ചത് എന്താണ്? കൃഷ്ണൻ ഇല്ലാതെ വയ്യ എന്ന അവസ്ഥയിലാണ് രാധ പിന്നീട് തിരികെ വീട്ടിലേക്ക് പോകുന്നത്. पर हाय वही संपूर्णता तो इस जिस्म के एक एक कण में बराबर टीसती रहती है. പക്ഷേ അതാണ് ഇന്ന് എന്നെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത്. എൻ്റെ ആ പഴയ അവസ്ഥയായിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നമായിരുന്നില്ല. അതായത് കണ്ണനെ കണ്ടാൽ ഓക്കെ, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം എന്നൊരു മനസ്സോടുകൂടിയാണ് പാവം രാധ അന്ന് പോയത്. എന്നാൽ പിന്നീടുണ്ടായ അവസ്ഥ എന്താന്ന് വെച്ചാൽ, കൃഷ്ണൻ ഇല്ലാതെ വയ്യ, കൃഷ്ണനെ കൂടാതെ ജീവിക്കാൻ വയ്യ എന്ന അവസ്ഥയിലാണ് രാധ. അതായത് അന്ന് വീട്ടിലെ കാര്യങ്ങൾ, തിരക്ക് എന്നൊക്കെ പറഞ്ഞ് പോകാൻ മടിച്ചിരുന്ന രാധ ആ വേണുവാദനം സഹിക്കവയ്യാതെയാണ് ചെന്നത്. അതായത് അതിൻ്റെ ഒരു ശക്തി കൊണ്ട്, അതിൻ്റെ ഒരു വശീകരണ ശക്തി കൊണ്ടാണ് അന്ന് പോയത്. എങ്കിൽ ഇപ്പോൾ അതല്ല അവസ്ഥ. വീട്ടുകാര്യങ്ങളിലും രാധയ്ക്ക് താല്പര്യമില്ല, വീട്ടിലെ ഒരു കാര്യവും ശ്രദ്ധിക്കാനായിട്ട് അവൾക്ക് തോന്നുന്നുമില്ല. ഫുൾ ടൈം അന്ന് കൃഷ്ണൻ ഉണ്ടായിരുന്ന അതേ സ്ഥാനത്ത് ചെന്ന് നിൽപ്പാണ്. വീട്ടിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്നിപ്പോൾ വെറുതെ നിൽപ്പാണ്. അപ്പം അതിനെല്ലാം കാരണക്കാരൻ കണ്ണാ നീയാണെന്നാണ് രാധ പറയുന്നത്. അതായത് എൻ്റെ അംശതഃ ഹി മെനെ ഉസ്തുഛ ദിയാ ഥാ, എൻ്റെ ഒരു അംശം മാത്രമായിരുന്നു അന്ന് നീ.
ലേക്കിൻ മുझे अब तूने സമ്പൂർണ്ണ ബനാ ദിയ. പക്ഷെ ഇപ്പോൾ നീ എന്നെ നിന്നിൽ സമ്പൂർണ്ണയാക്കി, നീയില്ലാതെ വയ്യ എന്നാക്കി. അതാണ് രാധ അവിടെ പറയുന്നത്. അതായത് പരിഹായ്, ഹായ് എന്ന് പറയുന്നത് കഷ്ടം എന്നാണ്. എന്ത് കഷ്ടമാണിത് എന്ന് പറയുകയാണ് രാധ. കിतना कष्ट है, कितना कष्टपूर्ण है, मेरी स्थिति तो बहुत दुखपूर्ण है, वही संपूर्णता तो, നീ എന്നെ സമ്പൂർണ്ണയാക്കി, നീ ഇല്ലാതെ വയ്യ എന്ന അവസ്ഥയിലാക്കി. और उसी अवस्था ही इस जिस्म के एक एक കണുമയും, എൻ്റെ ഈ ജിസ്മ, എൻ്റെ ഈ ശരീരം, എൻ്റെ ഈ ശരീരത്തിൻ്റെ ഓരോരോ കണികകളിലും वो मुझे बराबर टीसती रहती है. ടീസ്ന എന്ന് പറഞ്ഞാൽ രഹരഹക്കർ പീഡാദേന എന്നാണ്. അതായത് ഇരുന്നിരുന്ന് കുത്തി കുത്തി നോക്കുക. അപ്പോൾ എൻ്റെ ശരീരവും മനസ്സും ഇരുന്ന് വേദനിക്കുകയാണെന്നാണ് രാധ പറയുന്നത്. അതായത് കണ്ണനെ കാണാതെ എൻ്റെ മനസ്സ് വിലപിക്കുകയാണ്, അല്ലെങ്കിൽ നിന്റെ സാമീപ്യം എൻ്റെ ശരീരം ആഗ്രഹിക്കുകയാണ്. അതാണ് രാധ പറയുന്നത്. അപ്പോൾ രഹരഹക്കർ ഉടനെ വാലി പീഡ, ഇരുന്നിരുന്നുണ്ടാകുന്ന പീഡ, ആ വേദന, വിഷമം, അതാണ് ആ ടീസ്ന എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൃഷ്ണന്റെ സാമീപ്യം രാധ മെന്റലി ആൻഡ് ഫിസിക്കലി ആഗ്രഹിക്കുകയാണ്. അതാണ് അവിടെ ആ വരികളിൽ പറയുന്നത്. ഇസ് ജിസ്മ കെ ഏക്ക് ഏക്ക് കണുമേ, എൻ്റെ ഈ ശരീരത്തിൻ്റെ ഓരോരോ കണങ്ങളും, ഏക്ക് ഏക്ക് കണ്, ഓരോ കണങ്ങളും, ടീസ്തി രഹത്തി ഹെ, വേദനയാൽ പിടയുകയാണ്. ടീസ്ന എന്ന് പറയുന്നതാണ് വേദനയാൽ. ബരാബർ ടീസ്തി രഹത്തി ഹെ തുമാരിലിയെ, നിനക്ക് വേണ്ടി ഞാൻ ഇന്ന് വേദനിക്കുകയാണ്, നിന്റെ സാമീപ്യത്തിനായി ഞാൻ വേദനിക്കുകയാണ് എന്ന് രാധ പറയുന്നു. അപ്പോൾ രാധ കഴിഞ്ഞ കാര്യത്തെ ഓർത്തുകൊണ്ട് പറയുകയാണ്, कृष्ण की वो संपूर्णता ही, कृष्ण ने मुझे उस दिन संपूर्ण बना दिया था, और वो संपूर्णता ही और संपूर्ण बनाकर मुझे घर भेज दिया था, और वह अनुभूति ही मुझे आज पीड़ित कर रही है, और मैं आज कृष्ण की प्रतीक्षा में हूँ, उसमें सम्मिलित होना चाहती हूँ. कृष्ण राधा समागम की प्रतीक्षा में है अब राधा. ഇനി കണ്ണനോട് പരിഭവം പറയാണ്. പരിഭവം, രാധ പറയുന്ന പരിഭവമാണ്. എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് നീയല്ലേ എന്ന പരിഭവമാണ്. കേസേ ഹോ ജീത്തും എന്ന് വെച്ചാൽ, കണ്ണാ നീ എന്ത് പണിയാണ് കാണിച്ചതെന്നാണ് ചോദിക്കുന്നത്. കേസേ ഹോ ജീത്തും, നീ എന്താണ് എന്നോട് ചെയ്തത്? കേസേ ഹോ ജീത്തും, നീ എന്താണ് എന്നോട് ചെയ്തത്? ജബ് മേം ജാനാ ഹി നഹീ ചാഹത്തി तो बांसुरी के एक गहरे आलाप से मदोन्मत मुझे खींच बुलाते हो, और जब वापस आना नहीं चाहती तब मुझे अंशतः ग्रहण कर संपूर्ण बनाकर लौटा देते हो. അതായത് നിന്റെ അടുത്തേക്ക് ജാനാഹി നഹീ ചാഹത്തി, നിന്റെ അടുത്തേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കാതിരുന്ന ആ സമയത്ത്, ബാസുരിക്ക് ഏക്ക് ഗഹരെ ആലാപ് സേ, നിന്റെ വേണുവിൻ്റെ ആ ആഴത്തിലുള്ള ആ ഒരു ആലാപനം കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, മാസ്മരിക ശക്തി കൊണ്ട്, നിന്റെ ഓടക്കുഴലിൻ്റെ മാസ്മരിക ശക്തി കൊണ്ട്, മതോന്മത്ത് ബനാക്കർ, എന്നെ മതോന്മത്തയാക്കി, അല്ലെങ്കിൽ എന്നെ എന്താണ് വശീകരിച്ചുകൊണ്ട്, മുझे ഖീഞ്ച് ബുലാത്തേ ഹോ, എന്നെ നിന്റെ അടുത്തേക്ക് ഖീഞ്ചത്തെ, ഖീഞ്ചന എന്ന് പറഞ്ഞാൽ പിടിച്ചു വലിക്കുക. അപ്പോൾ ആ ബാസുരിയുടെ, അല്ലെങ്കിൽ ആ ഓടക്കുഴൽ നാദത്തിൻ്റെ, ബാസുരി ഓടക്കുഴലാണ്, അപ്പോൾ ഓടക്കുഴൽ നാദത്തിൻ്റെ ശക്തി കൊണ്ട് നീ എന്നെ എന്ത് ചെയ്യും? മുझे മതോന്മത്ത് ബനാദേത്തി ഹോ, എന്നെ അത്രയും ഉന്മത്തയാക്കുന്നു. എന്നിട്ട് മുझे ഖീഞ്ച് ബുലാത്തി ഹോ, എന്നെ നീ നിന്റെ അടുത്തേക്ക് വലിച്ചടുപ്പിക്കുകയാണ്. അപ്പോൾ നിന്റെ അടുത്ത് വരാൻ ഞാൻ ആഗ്രഹിക്കാതിരുന്ന സമയത്ത് സ്വന്തം വേണുനാദത്തിലൂടെ എന്നെ നീ മതോന്മത്തയാക്കി നിന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി. ഇനി അബ് മേ വാപസ് നഹി മാനാ ചാഹത്തി, അങ്ങനെ ഞാൻ വന്നു ഇപ്പോൾ പൂർണ്ണമായും നിനക്ക് അഡിക്റ്റാണ് ഞാൻ. അപ്പോൾ ആ സമയത്ത് നീ എന്താ ചെയ്യുന്നത്? जब वापस नहीं माना चाहती तब मुझे अंशतः ग्रहण कर संपूर्ण बनाकर लौटा देते हो. വാപ്പസ് നഹി മാനാ ചാഹത്തി, വാപ്പസ് നഹി മാന എന്ന് പറഞ്ഞാൽ മടങ്ങിപ്പോവുക എന്നുള്ളതാണ്, മടങ്ങിപ്പോവുക. അപ്പോൾ വാപ്പസ് നഹി മാനാ ചാഹത്തി, മടങ്ങി എൻ്റെ വീട്ടിലേക്ക് പോകാൻ ഞാനിപ്പോൾ നഹി മാനാ ചാഹത്തി, പോകാൻ ആഗ്രഹിക്കുന്നേ ഇല്ല, നിന്റെ ഒപ്പം തന്നെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തബ് മുझे अंशतः ग्रहण कर संपूर्ण बनाकर लौटा देते हो. അപ്പോൾ अंशतः ग्रहण कर എന്ന് പറഞ്ഞാൽ അല്പം മാത്രം സ്വീകരിച്ചുകൊണ്ട്, എന്നിൽ നിന്ന് അല്പം മാത്രം സ്വീകരിച്ചുകൊണ്ട്, സമ്പൂർണ്ണ ബനാക്കർ, എന്നെ സമ്പൂർണ്ണയാക്കി. അതായത് നീ എന്നെ ആദ്യം നിന്നിലേക്ക് അടുപ്പിച്ചു, പ്രണയം മുഴുവൻ അന്ന് നിനക്കായിരുന്നു. ഇനി ആ പ്രണയത്തിൽ
ആകെ മുങ്ങി. ഞാൻ വന്നു കഴിഞ്ഞപ്പോഴോ നീ മുझे സമ്പൂർണ്ണ ബനാദിയ എന്ന് പറഞ്ഞാൽ എന്നെ നീ സമ്പൂർണ്ണയാക്കി, അതായത് ആ പ്രണയത്തിൽ എന്നെ പൂർണ്ണമായും നീ മുക്കിയെടുത്തു എന്നാണ്. ആർ ലൗട്ടാ ദേത്തെ ഹോ, എന്നിട്ട് എന്നെ മടക്കി അയക്കുകയാണ്, എന്നെ നീ മടക്കി അയക്കുകയാണ്. അപ്പം രാധ അവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. രാധ പറയുന്നത് എന്താന്ന് വെച്ചാൽ കണ്ണനോടുള്ള ഇഷ്ടമുണ്ട് എങ്കിൽ പോലും വീട്ടുകാര്യങ്ങൾക്കൊപ്പം കണ്ണനെ കാണാം എന്നൊരു ചിന്ത മാത്രമായിരുന്നു ഒരു സമയത്ത് രാധയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരംശം മാത്രം കണ്ണന് എന്നുള്ള മട്ടിലാണ് അവളുടെ പ്രണയം കണ്ണന് രാധ കൊടുത്തത്. പക്ഷെ കണ്ണൻ്റെ അടുത്ത് ചെന്നപ്പോൾ എന്താ അവസ്ഥ ഉണ്ടായത്? കണ്ണൻ അവളെ സമ്പൂർണമായും മതോന്മത്ത് ബനാദിയ, കണ്ണൻ അഡിക്റ്റ് ആക്കി എടുത്തു. എന്നിട്ട് പറയാണ് ഘർ വാപ്പസ് ലോട്ട് ജാവോ, നീ വീട്ടിലേക്ക് മടങ്ങി പോകൂ എന്നാണ് പറയുന്നത്. ഇത് ശരിയാണോ കണ്ണ എന്നാണ് രാധ ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും അഡിക്റ്റ് ആക്കി നിർത്തിയിട്ട് എന്നോട് തും കഹ് രഹേ ഹോ കി തും വാപ്പസ് ചലി ജാവോ, ഇത് ഠീക് നഹി ഹേ, കേസേ ഹോ ജി തും, നീ എന്താണ് ഈ പറയുന്നത്, അല്ലെങ്കിൽ നീ എന്താണ് എന്നോട് ചെയ്തതെന്നാണ് ചോദിക്കുന്നത് രാധ. അതായത് കൃഷ്ണസേ ഓ ഉപാലംബ് ദേന എന്ന് പറഞ്ഞാൽ പരിഭവം പറയുക എന്നാണ്. കൃഷ്ണക്കോ ഓ ഉപാലംബ് ദേ രഹി ഹേ കി തും കേസേ പ്രേമി ഹോ, നീ ഇതെന്ത് പ്രേമിയാണ്, അല്ലെങ്കിൽ നീ എന്ത് തരം കാമുകനാണ് എന്നാണ് രാധ കണ്ണനോട് ചോദിക്കുന്നത്. ജബ് മേ ആനാ നാ ചാഹും തോ ബുലാ ലേത്തെ ഹോ, ഞാൻ വരാൻ ആഗ്രഹിക്കാതിരുന്ന സമയത്ത് നീ എന്നെ വിളിച്ചു വരുത്തി. और जब आकर जाना चाहूं तो अंशतः ग्रहण करके भी संपूर्ण बनाकर वापस घर भेज देते हो. അപ്പോൾ എൻ്റെ പ്രണയത്തിൻ്റെ ഒരു അംശം മാത്രം കൊണ്ട് നിൻ്റെ അടുത്ത് വന്ന എന്നെ നീ സമ്പൂർണ്ണയാക്കിക്കൊണ്ട്, നിൻ്റെ പ്രണയത്തിന് അഡിക്റ്റ് ആക്കിക്കൊണ്ട് അവസാനം പറയുന്നു ഘർ ലോട്ട് ജാവോ, നീ തിരികെ വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറയുകയാണ്. ഇസ്പ്രകാർ രാധ, നമ്മളിവിടെ കാണുന്ന രാധ എങ്ങനെയുള്ള രാധയാണ്? കണ്ണനോട് പൂർണ്ണമായും സമർപ്പണ മനോഭാവത്തോടു കൂടി നിൽക്കുന്ന രാധയാണ് നമ്മളവിടെ കാണുന്നത്. ഓ സമാഗം की प्रतीक्षा में है राधा, शारीरिक और मानसिक रूप से कान्हा में विलीन होना चाहती है. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡിൽ നിൽക്കുന്ന രാധയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ വിരഹത്തിൻ്റെ അങ്ങേയറ്റമാണ് ഈ വരികളിലുള്ളത്. അപ്പോൾ പൂർവരാഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് മുഴുവൻ നമ്മൾ കാണുന്നത് രാധയുടെ ആ പ്രണയപരവശയായ രൂപമാണ്. പ്രകൃതിയിലെ ഓരോന്നിലും അവൾ കണ്ണനെ കാണുകയാണ്. കഴിഞ്ഞ ഗീതങ്ങളെല്ലാം നമ്മളതാണ് കണ്ടത്. പ്രകൃതിയിൽ എന്ത് കണ്ടാലും അവിടെ അവൾ അതിലൊക്കെ കണ്ണനെ കണ്ടെത്തുകയാണ്. ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളെ ഓർത്തെടുക്കുകയാണ്. അവർ തമ്മിലുണ്ടായിരുന്ന മധുര സ്മരണകളെ ഓർത്തെടുക്കുകയാണ്. അപ്പോൾ അവിടെയെല്ലാം രാധ ഏത് ലോകത്താണ്? ഒരു ഇമാജിനറി വേൾഡിലാണ്. അവർ കൽപ്പനാമേയും ജി രഹി ഹെ രാധ. നമ്മളിവിടെ കാണുന്ന രാധ ഒരു കാൽപ്പനിക ലോകത്താണ്. ആറ് ക്ഷണമേയും ജി രഹി ഹെ അപ്പോൾ എന്ന് വെച്ചാൽ ഭൗതിക സുഖങ്ങളിൽ അനുരക്തയാകാൻ ആഗ്രഹിക്കുന്ന രാധയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു പ്രണയിനി എന്ന ആ ഒരു ലെവലിൽ നിൽക്കുന്ന രാധയെ നമ്മൾ കാണുന്നു. അവർ സ്വപ്നമയി ഹെ, സ്വപ്നലോകത്ത് വിചരിക്കുന്ന രാധയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ 5 ചാപ്റ്ററിലെയും രാധയുടെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഇത് തന്നെയാണ്. എന്താണ്? കാൽപ്പനിക ദുനിയാമേ വോ ജി രഹി ഹെ, സ്വപ്നമയി ഹെ, ക്ഷണഭോഗി ഹെ, അങ്ങനെ പല ഗുണങ്ങളാണ് നമ്മൾ ഈ ആദ്യത്തെ ചാപ്റ്ററിൽ കാണുന്ന രാധയ്ക്കുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 1ാമത്തെ അധ്യായം കഴിയുകയാണ്. പൂർവരാഗ് അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു.